കേരളത്തിൽ LDFന് മൂന്നാം ഭരണമുണ്ടാകുമെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം അവകാശപ്പെടുന്നു. CPI-CPIMനെ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ കാത്തുസൂക്ഷിക്കും. LDFനുള്ളിൽ എല്ലാ വിഷയങ്ങളിലും ഐക്യം മാത്രമാണുള്ളത്. അപൂർവം ഒന്നോ രണ്ടോ പേര് മാത്രമാണ് പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ളത്. പോകുന്നവരെ മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. വരുന്നവരെ കാണുന്നില്ലേ? അദ്ദേഹം ചോദിച്ചു. CPIക്ക് വേണ്ടി UDF എപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുന്നത് അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണെന്നും ബിനോയ് വിശ്വം പറയുന്നു. ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇത്. അത് നേരത്തെ ഇന്ന് സമാനമായ രീതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശശി തരൂരിനെ കുറിച്ച് പറയുകയുണ്ടായി. ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ UDFൻ്റെ ഒപ്പം കോൺഗ്രസിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കും, താൻ എന്നും പാർട്ടിക്കൊപ്പമാണ്, പാർട്ടിയുടെ കൂടെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത് തരൂർ എന്ന് പറയുന്നത് വിശ്വപുരുഷനായിട്ടുള്ള ലോകമെങ്ങും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിലേക്ക് പോകാൻ പോകുന്ന UDFനെ മുന്നിൽ നിന്ന് നയിക്കുന്ന വലിയ സാന്നിധ്യമായിരിക്കും, അതിലെന്താ സംശയം എന്ന് പറഞ്ഞതുപോലെ തന്നെ സമാനമായ രീതിയിൽ ബിനോയ് വിശ്വം LDFനെ സംബന്ധിച്ചിട്ട് തുടർഭരണം, അത് മൂന്നാം ഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് CPIയും CPIMും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന സഖാത്വത്തിൻ്റെ പാർട്ടികളാണ് എന്ന് മാത്രമല്ല, CPIMനെ CPI എന്താ ചെയ്യാൻ പോകുന്നത്? കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് കാവ്യാത്മകമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളിലും ഐക്യം മാത്രമാണ് LDFിലുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. ചിലരൊക്കെ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ളത്. പോകുന്നവരെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, വരുന്നവരെ കാണുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല, ഈ UDFന് വേറെ പണിയൊന്നുമില്ലേ ഞങ്ങളെ ക്ഷണിക്കാൻ? ഞങ്ങൾക്ക് വേണ്ടി വാതിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കാൻ എപ്പോഴും പറയുന്നത് എന്തിനാ എന്നും ബിനോയ് വിശ്വം ചോദിക്കുന്നു. ഉറപ്പാണ് മൂന്നാം മഴ ഉണ്ടാകും LDFന്. LDFിൻ്റെ അകത്ത് ഒന്നിനെ പറ്റി തർക്കങ്ങളില്ല. ഇപ്പോൾ PMC അടക്കം എല്ലാത്തിനെ പറ്റിയും ഐക്യം മാത്രമേ ഉള്ളൂ. തൽക്കാലം ഇല്ല. CPM കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ ഒന്നാണ്. CPI പോലെ തന്നെ CPIയും CPM ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണികളും ഘടകങ്ങളും. അതുകൊണ്ട് ആ CPI-CPM ബന്ധം ഇന്നത്തെ ഇന്ത്യയിലും ഇന്നത്തെ കേരളത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നും അത് CPIയും CPMും കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തുരക്ഷിക്കുമെന്നും ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു.